NTV Keralam, Travel and Living. ശാരീരികവും മാനസികവും അതിലുപരി ആത്മീയവുമായ സുസ്ഥിതിക്ക് വേണ്ടി ഭാരതീയ ഋഷിവര്യന്മാരാൽ വിരചിതമായ ശാസ്ത്രമാണ് യോഗശാസ്ത്രം. മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്ന അപരിമേയമായ ചൈതന്യശക്തിയെ ഉത്തേജിപ്പിച്ച് അവനെ ഉത്കൃഷ്ടവും ഉദാത്തവുമായ മാർഗത്തിലൂടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് ഉള്ള ജീവിതചര്യ കൂടിയാണ് യോഗശാസ്ത്രം. BC 2000 ആണ്ടിന് മുമ്പ് തന്നെ പതഞ്ജലി മഹർഷിയാൽ രചിക്കപ്പെട്ടതാണ് യോഗയുടെ ആദ്യത്തെ ഗ്രന്ഥം. സംയോഗ ഇത് യോഗ എന്ന് പറയുന്നു. പ്രപഞ്ചശക്തിയെയും പ്രാണശക്തിയെയും സംയോജിപ്പിക്കുന്നതിനുള്ള മാർഗമാണ് യോഗശാസ്ത്രം. ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി, ആത്മാവ്, ഈ ശരീരത്തിൻ്റെ മനുഷ്യൻ്റെ 5 തലങ്ങളെയും സംയോജിപ്പിക്കുന്നതിനും കൂടിയാണ് യോഗയുടെ ഉദ്ദേശം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 അംഗങ്ങൾ അടങ്ങിയതാണ് യോഗശാസ്ത്രം. ഇതിൽ യമനിയമങ്ങൾ നമുക്ക് ജീവിക്കാനുള്ള ചില ചര്യകളെക്കുറിച്ചാണ് പറയുന്നത്. ആസനം, സ്ഥിരം സുഖമാസനം. സ്ഥിരമായും സുഖമായും ഒരു പ്രത്യേക നിലകളിൽ നിൽക്കുന്നതിനെയാണ് ആസനം എന്ന് പറയുക. ആദ്യത്തെ 4 പടികൾ യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിങ്ങനെ 4 പടികൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരു സാധാരണ മനുഷ്യന് ഉത്കൃഷ്ട പദവിയിലേക്ക് എത്താൻ പറ്റും. ഹഠയോഗം എന്നതിനെ അറിയപ്പെടുന്നു. പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ 4 അംഗങ്ങളൂടി ചേരുമ്പോൾ അതിനെ രാജയോഗം എന്ന് അറിയപ്പെടുന്നു. ഇത് ആത്മീയമായി ഉന്നമനം നേടേണ്ട ആൾക്കാർക്കാണ് ഇത് അനുഷ്ഠിക്കേണ്ടി വരിക. പിന്നെ ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി മുദ്ര, ബന്ധം, ക്രിയ എന്നിങ്ങനെ ചില ക്രിയാമാർഗങ്ങളും യോഗയിലുണ്ട്. വ്യായാമം ചെയ്യാത്ത ശരീരം ചൂളയിൽ വയ്ക്കാത്ത പച്ചക്കലം പോലെയാണ്. ശരീരമാകുന്ന പച്ചക്കലം യോഗയാകുന്ന ചൂളയിൽ വെച്ച് ശുദ്ധീകരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ശരീരം ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അനേക വർഷം ഒരു രോഗവുമില്ലാതെയും സമചിത്തതയോടും കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. പതഞ്ജലി യോഗസൂത്രം അഷ്ടാംഗയോഗം, രാജയോഗം എന്ന പേരുകളിലും അറിയപ്പെടുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 അംഗങ്ങൾ ചേർന്നതാണ് പതഞ്ജലി യോഗസൂത്രം. യമനിയമങ്ങൾ നമ്മുടെ ജീവിത രീതിയെക്കുറിച്ച് പറയുന്ന രീതികളാണ്. ആസനം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങൾക്കും ഗ്രന്ഥികൾക്കും ദൃഢതയും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോർമലാക്കുന്നതിനു വേണ്ടിയുള്ള മാർഗങ്ങളെ അല്ലെങ്കിൽ നിലകളെ പറയുന്നതാണ് ആസനം. അത് പ്രകൃതിയിൽ വൃക്ഷലതാദികളും മൃഗങ്ങളും മറ്റ് ജീവികളുടെയും നില നോക്കിയിട്ട് അതിനനുസരിച്ച് രൂപപ്പെടുത്തിയതാണ് ഓരോ ആസനങ്ങളും. ഓരോ ആസനങ്ങൾക്കും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ശരീരത്തിൻ്റെ സന്ധികളും പേശികളും ആന്തരിക അവയവങ്ങളും ശരീരത്തിൻ്റെ മുഴുവൻ ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളും അതിൻ്റെ എല്ലാം പ്രവർത്തനം നോർമലാക്കാൻ വേണ്ടിയുള്ളതാണ് ഓരോ ആസനങ്ങളും. യമം, നിയമം, ആസനം, പ്രാണായാമം ഇങ്ങനെ 4 അംഗങ്ങൾ ചേരുന്നതും പിന്നെ ശാരീരികമായിട്ടുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മുദ്ര, ബന്ധം, ക്രിയ ഇവകളും ചേർന്നതിനെ ഹഠയോഗം എന്ന് പറയപ്പെടുന്നു. സാധാരണ ജീവിതം ജീവിച്ചു വരുന്ന ഒരു മനുഷ്യന് ഈ ഹഠയോഗം മതിയാവും ഒരു ഉത്കൃഷ്ടനായി തീരുന്നതിന് വേണ്ടി. ആത്മീയമായ ഔന്നത്യം കാക്ഷിക്കുന്ന ആളുകൾ പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ 4 അംഗങ്ങൾ പരിശീലിക്കേണ്ടതാണ്. ഈ 8 അംഗങ്ങളും പരിശീലിക്കുന്നവർക്ക് വളരെ ഉയർന്ന തലത്തിലേക്ക് പോകുവാനും മോക്ഷം എന്ന പദത്തിലേക്ക് ആ പ്രാപ്തിയിലേക്ക് എത്താനും സാധിക്കും. മോക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് ദുഃഖങ്ങളെയും കോപത്തെയും എല്ലാത്തിനെയും നിയന്ത്രിച്ച് നമുക്ക് അതിനെ അതെല്ലാം സാക്ഷിയായി മാത്രം നിന്ന് കണ്ടുകൊണ്ട് അതിൽ നമ്മൾ മനസ്സലിഞ്ഞു പോകാതെ അല്ലെങ്കിൽ വീണു പോകാതെ നമുക്ക് സുസ്ഥിതിയോടെ നിൽക്കാൻ സാധിക്കും. അതാണ് ഈ 8 അംഗങ്ങളും നമ്മൾ പരിശീലിക്കുന്നത് കൊണ്ടുള്ള ഗുണം. ഏറ്റവും പരമമായ ജ്ഞാനം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നൊക്കെ പറയുന്ന ആ ജ്ഞാനം, പരമമായ ജ്ഞാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്
നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ അതിനുള്ള മാർഗമാണ് യോഗ. പല മാർഗങ്ങളുണ്ട്, അതിലൊരു മാർഗമാണ് യോഗശാസ്ത്രം. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാണ്, അല്ലെങ്കിൽ തത്വമസി, തത്വം അസി, അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് മനുഷ്യനും ഈ കാണുന്ന ജീവജാലങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളും എല്ലാം. ഇത് നമ്മൾക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റില്ല. പക്ഷേ യോഗമാർഗത്തിലൂടെ നമുക്ക് ആ ഒരു അറിവിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റുന്നതിനെയാണ്, ആ അറിവിനെയാണ് മോക്ഷം അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്നത്. തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ തൊട്ട് കഴിയുമ്പോഴേ അത് തീയാണ്, അത് പൊള്ളും എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെയാണ് പ്രപഞ്ചവും നമ്മളും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അത് അനുഭവിച്ചറിയണമെങ്കിൽ ഈ 8 പടികളും കടന്ന്, യമനിയമങ്ങളാവുന്ന സമാധി വരെയുള്ള 8 പടികളും കടന്ന് അതീന്ദ്രിയമായിട്ടുള്ള അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഈ പ്രാണശക്തിയും പ്രപഞ്ചശക്തിയും ലയിച്ചു ചേരുകയും ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുകയും അറിയുകയും ചെയ്യുന്നത്. ആ സമയത്താണ് മോക്ഷം എന്നുള്ള ആ ഒരു പദത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ലൗകിക ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു അലൗകികമായ തലത്തിൽ ജീവിക്കാൻ സാധിക്കും.